ഞാൻ രാമകൃഷ്ണൻ ടി ബി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. അമേരിക്കയിലെ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം AMD, ആപ്പിള്, ആൽഫബറ്റ്, ക്വാൽകോം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകൾ പൊതുവെ ചിപ്പ് റിലേറ്റഡ്, AI റിലേറ്റഡ്, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ അമേരിക്കയിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് US ഫെഡിൻ്റെ 2 ദിവസത്തെ പോളിസി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെയാണ് ഒഫീഷ്യൽ ഡിസിഷൻ വരുന്നത്. 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം NVIDIAക്ക് കോമ്പറ്റീറ്ററായിട്ട് ക്വാൽകോം വരികയാണ്. ക്വാൽകോം ഒരു പുതിയ AI ചിപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. AI 2000 എന്ന് പറയുന്ന ഒരു ചിപ്പാണ്. റാൻഡം ആക്സസ് മെമ്മറി വളരെ അധികമുള്ളൊരു ചിപ്പാണ്. ഡാറ്റാ സെൻറ്റർ സെർവറുകളിലും അതുപോലെ തന്നെ ഹൈ എൻഡ് കമ്പ്യൂട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചിപ്പാണ്. ക്വാൽകോം ഇന്നലെ 17% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുവെ ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ അമേരിക്കയിൽ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് 85% ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് അമേരിക്കയിൽ വീണ്ടും ധാരാളം Q3 റിസൾട്ടുകൾ മേജർ കമ്പനികളുടെ വരുന്നുണ്ട്. ആപ്പിള്, മെറ്റ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആൽഫബറ്റ്, മാഗ്നിഫിസൻറ്റ് 7 ഈ കമ്പനികളുടെ റിസൾട്ടുകൾ തീർച്ചയായിട്ടും എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും എന്നുള്ളൊരു ട്രെൻഡാണ് അമേരിക്കയിലുള്ളത്. ഒപ്പം നമ്മൾ മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. UK ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ആദ്യമായിട്ട് നിക്കായ് 225 ഇൻഡെക്സ് 50,000 ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൗത്ത് കൊറിയൻ ഇൻഡെക്സ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. 4042.83 ആണ് പുതിയ റെക്കോർഡ് ഹൈ സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് ഏഷ്യയിലും ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. ചൈനയിൽ നോക്കുകയാണെങ്കിൽ ഷാങ്ഹായ് ഇൻഡെക്സ് പുതിയ 10-year ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ പ്രീവിയസ് 10-year 4-year ഹൈസിന് അടുത്താണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ടെക്നോളജി റാലിയാണ് ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഏഷ്യയിൽ മാർക്കറ്റുകളെല്ലാം ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അതോടൊപ്പം കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും നല്ല വൊളാറ്റിലിറ്റി കാണിക്കുകയാണ്. അതുപോലെ തന്നെ സിൽവറും നല്ല വൊളാറ്റിലിറ്റി കാണിക്കുകയാണ്. ഇന്നലെ 4113.1 per ഔൺസിൽ നിന്ന് $3,971 per ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ വീണ്ടും നല്ല വൊളാറ്റിലിറ്റിയാണ്. $4,030 per ഔൺസ് വരെ ഉയർന്നതിന് ശേഷം ഇപ്പോൾ 8:20 ട്രേഡ് ചെയ്യുന്നത് $3,990 per ഔൺസിലാണ്. ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി തന്നെയാണ് സിൽവറിലും കാണുന്നത്. സിൽവറിൽ ഇന്ന് മോർണിംഗിൽ സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്ന $46.73 per ഔൺസാണ്. ഈ 2 കമോഡിറ്റികളും വലിയ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ടാണ് പുതിയ റെക്കോർഡ് ഹൈകളൊക്കെ ഹിറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. ഗോൾഡ് ഒരു പക്ഷേ $3,900 per ഔൺസ് വരെയൊക്കെ താന്നേക്കാം. ഒപ്പം സിൽവർ 46 അല്ലെങ്കിൽ $45 per ഔൺസ് വരെയൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. ഒരു വൊളാറ്റിലിറ്റിയും കൺസോൾട്ടേഷൻ മോഡും ഒക്കെ നമുക്ക് ഈ 2 കമോഡിറ്റികളിലും കാണാം. അപ്പോൾ ഈ കമോഡിറ്റികൾ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് ഈ കമോഡിറ്റികൾ ട്രേഡ് ചെയ്യാം. അതേസമയം കോപ്പർ ഇന്ന് മോർണിംഗിൽ റെക്കോർഡ് ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ കോപ്പർ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രണ്ട് ക്രൂഡ് ഓയിൽ $64.9 per ഔൺസിന് ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 88.06 രൂപ പെർ ഡോളറിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകൾ ഗ്ലോബലി
സ്റ്റോക്ക് മാർക്കറ്റിൽ റാലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസ് ഉണ്ട്. പോളിസി മെഷേഴ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ലോസ് ഒക്കെ ഉണ്ട്. ഇന്ത്യയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ 49% ഉയർത്താനുള്ള ഡിസിഷൻ ഗവൺമെൻറ് എടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഈ FDI ലിമിറ്റ് 20%. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ PSU ബാങ്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. 12 PSU ബാങ്കുകളാണുള്ളത്. ഈ ബാങ്കുകൾ വീണ്ടും മെർജറൊക്കെ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. PSU ബാങ്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് പാർട്സ് മാനുഫാക്ചറിങ് സ്കീമിൻ്റെ ഡീലിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. കെയ്ൻസ് ഗ്രൂപ്പ് 3280 കോടി രൂപ വരെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഫെസിലിറ്റിക്കുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അസൻ സർക്യൂട്ട്സ് ആംബർ എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡിയറിയാണ്. 991 കോടി രൂപ വരെ പ്രൊജക്റ്റ് ആന്ധ്രാപ്രദേശിൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. മറ്റ് കമ്പനികൾ SRF അതുപോലെ തന്നെ സിർമ SGSൻ്റെ ഒരു സബ്സിഡിയറിയാണ്. 765 കോടി രൂപ വരെ മൾട്ടി ലെവൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് മാനുഫാക്ചർ എന്നുള്ള പ്ലാനിന് വേണ്ടിയുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. SRFന് 496 കോടി രൂപയുടെ പുതിയ പോളി പ്രൊപ്പിലിൻ ഫിലിം ഫെസിലിറ്റി നിർമ്മിക്കുന്നുള്ള അപ്രൂവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് പാർട്സ് സ്കീമിൽ നല്ല അട്രാക്ഷനാണ്. അതോടൊപ്പം തന്നെ ധാരാളം അപ്ലിക്കൻസ് ഉണ്ട്. അടുത്ത അലോട്ട്മെൻറ്റ് അടുത്ത ദിവസങ്ങളിൽ വന്നേക്കാം. അതോടൊപ്പം തന്നെ Q2 റിസൾട്ടുകൾ ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ IOC അതുപോലെ തന്നെ JK ടയർ, മസഗൺ ഡോക്ക്, അഡാനി എനർജി സൊല്യൂഷൻസിൻ്റെ ഒക്കെ Q2 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് IOC. അപ്പോൾ ഒരു ഹയർ ഡിവിഡൻഡ് നമുക്ക് IOCയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ടാർഗറ്റ് പ്രൈസുകളെല്ലാം തന്നെ ഈ കമ്പനികളുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. IOCയുടെ ടാർഗറ്റ് പ്രൈസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഹൈക്ക് ചെയ്തിട്ടുള്ള 180, 190 ലെവലാണ്. അതോടൊപ്പം തന്നെ അഡാനി എനർജി സൊല്യൂഷൻസിൻ്റെ 1200-290 ലെവലിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സായ് ലൈഫ് പുതുതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് സെൻറ്റർ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. വോഡാഫോൺ ഐഡിയയുടെ ഇഷ്യൂസ് സെറ്റിൽ ചെയ്യാനുള്ള വോഡാഫോൺ ഐഡിയ റിക്വസ്റ്റ് സുപ്രീം കോടതി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റും DOT ആയിട്ട് ഡിസ്കസ് ചെയ്ത് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവെ ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. എന്നിരുന്നാലും വളരെ ഹൈ ഇക്വിറ്റി ബേസ് ഉള്ളൊരു കമ്പനിയാണ് വോഡാഫോൺ ഐഡിയ. അപ്പോൾ അപ്പോഴും മൊമെൻറ്റം വളരെ കുറവായിരിക്കാനാണ് ഫർദർ ചാൻസസ്. RVNL 165.5 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നാണ്. അതുപോലെ തന്നെ EPAC പ്രീഫാബ് 3 ഓർഡേഴ്സും കൂടി ബാഗ് ചെയ്തിട്ടുണ്ട്. 139.61 കോടി രൂപയാണ് ഈ ഓർഡേഴ്സ് ടോട്ടൽ വരുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. ദിലീപ് ബിൽഡ്കോൺ 879.3 കോടി രൂപ ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ്. ദാനി സർവീസസ് അതുപോലെ തന്നെ ഇന്ത്യ ബുൾ എൻ്റർപ്രൈസസ് തമ്മിലുള്ള മെർജർ ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. ഒപ്പം ദാനി സർവീസസ് ഇന്നലെ ഗോൾഡ്മാൻ സാക്സ് 41.1 ലക്ഷം ഷെയറുകൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. മെർജറിന് ശേഷം ഇതിൻ്റെ നെയിം ഈ എൻറ്റിറ്റികളുടെ ടോട്ടൽ മെർജറിന് ശേഷം വീണ്ടും നെയിം ഇന്ത്യ ബുൾ ലിമിറ്റഡ് ആയിട്ട് മാറും. ഒപ്പം ഇന്ന് Q2 റിസൾട്ടുകളുള്ളത് ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ അഡാനി ഗ്രീൻ എനർജി, അഡാനി ടോട്ടൽ ഗ്യാസ്, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, അതായത് പഴയ പുതിയ ജിൻഡാൽ സ്റ്റീൽ ലിമിറ്റഡ്, പ്രീമിയർ എനർജീസ്, TVS മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, ബ്ലൂ ഡാർട്ട്, സാംഹി ഹോട്ടൽസ്, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്, ക്യാംസ്, ഈ കമ്പനികളൊക്കെയാണ് ഇന്ന് Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന മേജർ കമ്പനികൾ. ഇന്നലെ പ്രൊമോട്ടർ ബൈ നോക്കുകയാണെങ്കിൽ DB കോർപ്പ് പ്രൊമോട്ടർ ബൈയിങ് ഉണ്ട്. അതേസമയം പ്രൊമോട്ടർ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ തൈറോ കെയറിൽ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ മൈനർ സെല്ലേഴ്സ് ആയിരുന്നു. 55.58 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്ക് വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2492.12 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്ക്
സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്നൊരു പോസിറ്റീവ് ബയാസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് തന്നെയാണ്. ഒപ്പം ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ച് ന്യൂസ് ഫ്ലോസ് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഗ്ലോബലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ US ചൈന ട്രേഡ് ഡീലിൻ്റെ ഒരു ഒപ്റ്റിമിസമാണ് മെറ്റൽ സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ചിപ്പ് സ്റ്റോക്കുകളിലൊക്കെ കാണുന്നത്. വ്യാഴാഴ്ചയാണ് ട്രംപും ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള മീറ്റിംഗ് വരുന്നത്. ആ മീറ്റിങ്ങിൽ ഈ ഡീൽ സൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എല്ലാവരും ഉറ്റുനോക്കുന്ന സിയാറ SUV ടാറ്റ സിയാറ SUV ലോഞ്ച് ചെയ്യാണ് നവംബർ മാസത്തിൽ. 2 എൻജിൻ ഓപ്ഷൻസാണ്. 1.5 ലിറ്റർ പുതിയ ടർബോ പെട്രോൾ എൻജിൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 168 HP ആണ് ഇതിൻ്റെ പവർ വരുന്നത്. ഒരു പോസിറ്റീവ് ന്യൂസാണ് ടാറ്റ പാസഞ്ചർ വെഹിക്കിൾസിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനും കൂടിയുണ്ട്. ഈ ഡീസൽ എഞ്ചിൻ ഓൾറെഡി കർവ് തുടങ്ങിയ അവരുടെ വണ്ടികൾ യൂസ് ചെയ്യുന്നതാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ലോഞ്ച് തീർച്ചയായിട്ടും ടാറ്റ പാസഞ്ചർ വെഹിക്കിൾസിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. പൊതുവെ ഇന്നലെ ബൈയും കൂടുതൽ കണ്ടിട്ടുള്ളത് ടോപ്പ് ടയർ NBFC സ്റ്റോക്കുകളിലാണ്. ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ചോളമണ്ഡലം ഫിനാൻസ്, ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള ബൈയിങ് ആണ് കാണുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ ബാങ്കുകളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റേക്ക് ബൈയിങ് PSU ബാങ്കുകളിലും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് ബാങ്കുകളിലുള്ള സ്റ്റേക്ക് ബൈയിങ് ന്യൂസുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള NBFCകൾക്ക് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ബെറ്റർ ഓപ്പണിങ്, അതോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് ബയാസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ എത്തിയാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതേസമയം ഗോൾഡ്, സിൽവർ ഈ കമോഡിറ്റികളിൽ വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗോൾഡ് ഒരു പക്ഷേ $3,900 പെർ ഔൺസ് വരെ സ്പോട്ട് ഗോൾഡ് താഴാനുള്ള സാധ്യതകളുണ്ട്. സിൽവർ 45, 46 ലെവലിലേക്കൊക്കെ താഴാൻ ഫർദർ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ. പക്ഷേ ലോങ് ടൈം ട്രെൻഡ് ഇൻഡാക്റ്റ് തന്നെയാണ്. നാളെ US ഫെഡിൻ്റെ മീറ്റിങ്ങിൽ 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത് എമർജിംഗ് മാർക്കറ്റുകൾക്കും അതുപോലെ തന്നെ ഗോൾഡിനും തന്നെയാണ്. എന്നിരുന്നാലും ഫാസ്റ്റായിട്ട് ഗോൾഡ് വലിയ രീതിയിലാണ് മുന്നേറിയത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.